ഏവർക്കും ആഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ DVRൻ്റെ കോൺഫിഗറേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള വീഡിയോയും DVRൻ്റെ കോൺഫിഗറേഷൻ തന്നെയാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട്, അത് ഏത് ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ ദിവസം ഏതൊക്കെ ടൈമിൽ എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യണം, ഇത്തരം ഓപ്ഷൻസുകൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിതും. നിങ്ങൾ കഴിവതും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് ആദ്യം വേണ്ടത് നമ്മൾ മെനു ഓപ്ഷൻസ് എടുക്കുക, അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മെനു സെലക്ട് ചെയ്യുക. മെനു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞ് ഈ റൈറ്റ് എൻഡിലായിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമ്മളതാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൻ്റെ മുകളിൽ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു ഓഫീസുണ്ട്. ഈ ഓഫീസിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഓഫീസ് ടൈം അല്ലാത്ത ടൈമിൽ അതൊരു മോഷൻ ഡിറ്റക്ഷൻ, എന്തെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ അങ്ങനെ വല്ലതും റെക്കോർഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സ് നടക്കുക. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻറ്റ്സിനെ പറ്റി ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഇവൻറ്റുകളാണ്, വീഡിയോ ലോസ്, മോഷൻ ഡിറ്റക്ഷൻ, അങ്ങനെ കുറേ ഇവൻറ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരു ഇവൻറ്റ് ആയാലും നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അലാം സപ്പോർട്ട് ചെയ്യുന്ന DVR ആണെങ്കിൽ എന്തെങ്കിലും അലാം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്യാമറ മൺഡേയിൽ എനിക്ക് വേണ്ടത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. വൈകിട്ട് 6 മണി എന്ന് പറഞ്ഞാൽ 18, അവിടെ വരെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് വേണം. ബാക്കിയുള്ള പോർഷൻ എല്ലാം എനിക്ക് മോഷൻ ഡിറ്റക്ഷൻ മതി. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഇനി റൈറ്റ് എൻഡിൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ റെക്കോർഡിംഗ് ഷെഡ്യൂൾ ഇനേബിൾ ചെയ്യുക, എഡിറ്റ് ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് മൺഡേ ആണ്. മൺഡേ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഡേ എന്ന് പറഞ്ഞൊരു ടിക്ക് ഇനേബിൾ ആയിട്ട് കിടക്കുകയാണ്. നമ്മളതെന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡിങ് നടന്നോളും. ഇനി അത് ടിക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് വേണ്ട സ്റ്റാർട്ട് ഓർ എൻഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഫസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. എനിക്ക് 8 മണി മുതൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് എനിക്ക് കണ്ടിന്യൂസ് റെക്കോർഡിങ് വേണ്ടത്. അപ്പോൾ 8 ആയി ഇവിടെ. അതുപോലെ തന്നെ വൈകിട്ട് 6 മണി എന്ന് പറയുമ്പോൾ 18 സെലക്ട് ചെയ്തു. എനിക്ക് ആ സമയത്ത് കണ്ടിന്യൂസ് റെക്കോർഡ് മതി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്ലൈ ചെയ്തു. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നേരം മാത്രം റെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെയുള്ള റെക്കോർഡിങ്സ് മതിയെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ബാക്കിയുള്ള ടൈമിൽ ഞാൻ മോഷനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിന് വീണ്ടും എഡിറ്റ് ചെയ്യുക. അടുത്ത ടൈം പീരീഡ് നമ്മൾ കൊടുക്കുക. അതായത് 0 to രാവിലെ 8 മണി മുതൽ, അതായത് വെളുപ്പിനെ 12 മുതൽ രാവിലെ 8 മണി വരെ എനിക്ക് മോഷൻ ഡിറ്റക്ഷൻ മതി എങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. മോഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ഐക്കൺ കാണാം. ഗ്രീൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്ന മോഷനാണ് നമ്മളിപ്പം സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി വീണ്ടും അടുത്ത ടൈം പീരീഡ് കൊടുക്കുക. അതായത് വൈകിട്ട് 6 മണി മുതൽ വെളുപ്പിനെ 12 മണി വരെയും എനിക്കെങ്ങനെ വേണം, മോഷൻ ഡിറ്റക്ഷൻ വേണം. ഓക്കെ, അത്രയും നേരം എന്ത് വേണം, ഇവിടുന്ന് മോഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ തന്നെയാണ് നമുക്കിപ്പോൾ അലാം കണ്ടീഷൻ ഉണ്ടെങ്കിൽ അലാം കണ്ടീഷൻ വേണോ, അല്ലെങ്കിൽ മോഷൻ ഓർ അലാം, അതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ പോലും അങ്ങനെ റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ മോഷനും അലാമും വരാം. ഈ അലാം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ DVRൻ്റെ ബാക്കിൽ കുറേ കണക്ഷൻസ് വരും, പോർട്ടുകൾ വരും, NONC പോർട്ടുകളൊക്കെയാണ്. ഇപ്പോൾ ഒരു ഡോർ ഓപ്പൺ ആകുന്ന ഒരു അലാം കണ്ടീഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ആ ഡോർ ഓപ്പൺ ആകുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് ഇനേബിൾ കൊടുക്കാൻ പറ്റും. അലാം ഇട്ടാൽ മാത്രമേ മതി. ഇനി ഡോർ ഓപ്പൺ ആയി ആരെങ്കിലും ഒരാൾ എൻ്റർ ചെയ്യുന്ന സമയത്താണ് വേണ്ടെങ്കിൽ മോഷൻ ആൻഡ് അലാമോ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മോഷനോ അലാമോ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മോഷൻ ഡിറ്റക്ഷനാണ് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്തു, ഓക്കെ കൊടുത്തു. നോക്കി മനസ്സിലാവും, വെളുപ്പിനെ 12 മുതൽ 8 വരെ മോഷൻ ഡിറ്റക്ഷൻ, 8 മുതൽ വൈകിട്ട് 6 മണി വരെ കണ്ടിന്യൂസ് റെക്കോർഡിങ്, വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ മോഷൻ ഡിറ്റക്ഷന് വീണ്ടും വന്നു. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ തന്നെ കോൺഫിഗർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്യാമറ മാത്രമല്ല, ഇതിപ്പോൾ എല്ലാ ക്യാമറയ്ക്കും വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി കൊടുക്കുക. അനലോഗ് ക്യാമറ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ക്യാമറ വേണമെങ്കിൽ അങ്ങനെ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഫുൾ ക്യാമറ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ഇപ്പം നമുക്ക് മൺഡേയിലെ മാത്രമാണ് ഇങ്ങനെ സെറ്റായിട്ടുള്ളത്. നമുക്കിനി ബാക്കിയുള്ള ദിവസങ്ങളിലെ, അതായത് മൺഡേ ടു സൺഡേ നമുക്ക് ഇതേ കോൺഫിഗറേഷനാണ് വേണ്ടതെങ്കിൽ വീണ്ടും എഡിറ്റ് ഓപ്ഷനിൽ പോവുക. ഇവിടുന്ന് ട്യൂസ്ഡേ പോവുക, ഓൾ ഡേ ഡിസേബിൾ ചെയ്യുക. ഇവിടെ 8 to 18
കണ്ടിന്യൂസ് വേണം. 8 to 18. കണ്ടിന്യൂസ് വേണം. അതുപോലെ തന്നെ 18 to 24 നമുക്ക് മോഷൻ മതി. ഇനി അടുത്ത 0 to 8 മോഷൻ. 0 to 8. 0 to 8 മോഷൻ, 18 to 24 മോഷൻ, 8 to 18 കണ്ടിന്യൂസ്. ഇത്രയും കൊടുക്കുക, അപ്ലൈ ചെയ്യുക, ഓക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായി ട്യൂസ്ഡേയിൽ കിട്ടി. അത് തന്നെ ഫുള്ള് ക്യാമറയ്ക്കും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുൾ ക്യാമറയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 1-2 ക്യാമറ മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡിങ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റെക്കോർഡിങ് ഡേയ്സ് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു മാസം കിട്ടുന്ന ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ രാത്രി ടൈമിൽ അല്ലെങ്കിൽ പകൽ ടൈമിൽ വേണമെങ്കിൽ ഇത് ബാക്കിയുള്ള സമയത്തെല്ലാം കണ്ടിന്യൂസും കൊടുക്കാം. പകൽ ടൈമിൽ വേണമെങ്കിൽ നമ്മളുള്ള സമയത്താണെങ്കിൽ നമുക്കത് മോഷനും കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താലുള്ള ഗുണമാണ് നമുക്കിപ്പോൾ 30 ദിവസം കിട്ടുന്നത് റെക്കോർഡിങ്ങിനെ നമുക്കൊരു 45 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 50 ദിവസത്തേക്കോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് റെക്കോർഡിങ് ഡേയ്സ് കൂട്ടാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് ഓട്ടോമാറ്റിക് കുറയും. അതുകൊണ്ടാണ് റെക്കോർഡിങ് ഡേയ്സ് കൂടുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം ഈ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു ഓപ്ഷനാണ് പാരാമീറ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് നമ്മളൊരു DVR സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഓപ്ഷനിലുള്ള ഒന്നാണ് ഈ പാരാമീറ്റർ സെറ്റിങ്സ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാർഡ് ഡിസ്ക് വളരെ സൈസ് കുറവുള്ള ഹാർഡ് ഡിസ്ക്കാണ്. പക്ഷേ നമ്മൾ വെച്ചേക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ 5 MB ക്യാമറയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 5 MB ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റ, അതായത് സ്റ്റോറേജ് നമുക്ക് വേണ്ടി വരും. അതേസമയം നമ്മുടെ ഈ 5 MB ക്യാമറയെ കുറച്ചുകൂടെ റെസൊല്യൂഷൻ കുറച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല റെക്കോർഡിംഗ് പാരാമീറ്റേഴ്സുകളുണ്ട്, അത് ഞാൻ ഇവിടെ പറയാം. ആ പാരാമീറ്റേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഇത്രയും സ്പേസ് വേണ്ടി വരില്ല. അപ്പോൾ അതെന്തൊക്കെയുള്ളതാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാമറ. ഏത് ക്യാമറയാണ്? ഇപ്പോൾ ഫസ്റ്റ് ക്യാമറയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ക്യാമറ റെസൊല്യൂഷൻ. എന്താണ് ക്യാമറ റെസൊല്യൂഷൻ? ആ ക്യാമറ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ എത്രയാണെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 720 പിക്സലാണ്, അതായത് 1 MB ക്യാമറയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം എനിക്ക് അതേ കാണിക്കാൻ പറ്റുള്ളൂ. അടുത്തത് എൻകോഡിംഗ് പാരാമീറ്റേഴ്സ്. അത് മെയിൻ സ്ട്രീം കണ്ടിന്യൂസ് ഉണ്ട്, മെയിൻ സ്ട്രീം ഇവൻ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു മെയിൻ സ്ട്രീം കണ്ടിന്യൂസിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം മുതൽ എത്ര നേരം വരെ വേണമെന്നും, അതുപോലെ തന്നെ എന്തെങ്കിലും ഇവൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര നേരം മുതൽ എത്ര നേരം വരെ വേണമെന്നുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ രണ്ടിനെ സെപ്പറേറ്റ് കോൺഫിഗറേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. മെയിൻ സ്ട്രീമിൻ്റെ അണ്ടറിൽ വരുന്ന കോൺഫിഗറേഷനാണ് ഇത്രയും പോർഷനിൽ കിടക്കുന്നത്, ഇതെല്ലാം മെയിൻ സ്ട്രീം തന്നെ. ഇവൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ മെയിൻ സ്ട്രീം കണ്ടിന്യൂസ് നോക്കാം. അതിൽ ഫസ്റ്റ് കിടക്കുന്നത് സ്ട്രീം ടൈപ്പാണ്. സ്ട്രീം ടൈപ്പ് അത് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ആൻഡ് ഓഡിയോ. എന്താണ് വീഡിയോ ആൻഡ് ഓഡിയോയും വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എടുത്തേക്കുന്ന 8 ചാനൽ DVRനകത്ത് ഒരു മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന DVR ആണ്. അപ്പം ആ ഒരു മൈക്ക് ഫസ്റ്റ് ക്യാമറയിലാണ് അസൈൻ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോ ആൻഡ് ഓഡിയോ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ക്യാമറ 2 സെലക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ വീഡിയോ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇനി അടുത്തൊരു ലാസ്റ്റ് ക്യാമറ 8 നോക്കിയാലും അവിടെ സ്ട്രീം ടൈപ്പ് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്യാമറ ആയതുകൊണ്ടാണ് വീഡിയോ ആൻഡ് ഓഡിയോ. ഇനി നിങ്ങൾ മൈക്ക് വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇത് വീഡിയോ ആൻഡ് ഓഡിയോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അത് മൈക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ ഞാനത് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് റെസൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ക്യാമറയുടെ റെസൊല്യൂഷൻസ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ. ഇപ്പം ഞാൻ കൊടുത്തേക്കുന്നത് 1 MB ക്യാമറയാണ്. അതാണ് മാക്സിമം 1280 × 720 പിക്സൽ കാണിച്ചേക്കുന്നത്. ഇനി ഈ 1 MB ആയതുകൊണ്ട് ഇനി ഇത് താഴെയുള്ള കുറേ റെസൊല്യൂഷൻസ് കാണിക്കുന്നുണ്ട്. 4CIF ഉണ്ട്, VGS, CIF, 2CIF, അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോൾ എനിക്ക് ഹാർഡ് ഡിസ്ക് വളരെ കുറവാണെങ്കിൽ റെക്കോർഡിങ് വളരെ ലോ ക്വാളിറ്റി മതിയെങ്കിൽ എനിക്കത് വേണമെങ്കിൽ ഇപ്പോൾ 2CIF അല്ലെങ്കിൽ 4CIF ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രത്തോളം സ്പേസേ ഹാർഡ് ഡിസ്ക് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എന്തായാലും 1 MB തന്നെ സെലക്ട് ചെയ്യുകയാണ്.
ഇനി അടുത്തൊരു ഓപ്ഷനാണ് ബിറ്റ് റേറ്റ്. ബിറ്റ് റേറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് ഉണ്ട് CBR, അതുപോലെ തന്നെ വേരിയബിൾ ബിറ്റ് റേറ്റ് ഉണ്ട് VBR. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ തിയറി പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് വീഡിയോ ഒന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയറി പോർഷൻസ് കാണാം. ആ തിയറി പോർഷനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാനത് വേരിയബിൾ ബിറ്റ് റേറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതിൽ ചുരുക്കി പറയാം. വേരിയബിൾ ബിറ്റ് റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഫ്രെയിമിനനുസരിച്ച്, അതായത് ഈ ഫ്രെയിമിനകത്ത് പല കളറുകൾ വരാം, പലരും കയറി വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രെയിമിൻ്റെ കണ്ടീഷൻസ് മാറി വരും. അതിനനുസരിച്ചുള്ള ബിറ്റ് റേറ്റ് വാല്യൂ വ്യത്യാസമായിക്കൊണ്ടിരിക്കും. അതാണ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഞാൻ കോൺസ്റ്റൻ്റ് കൊടുത്തെങ്കിൽ എന്ത് മാറ്റം ഫ്രെയിമിൽ വന്നാലും ആ മാറ്റത്തിന് ഒറ്റ ബിറ്റ് റേറ്റ്, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു, ഇപ്പോൾ 512 കൊടുത്തു കഴിഞ്ഞാൽ 512 മാത്രമേ റെക്കോർഡിംഗ് ആവുള്ളൂ. ഇപ്പം ഞാൻ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറയാം, 512 താഴെ പോകാം, ചിലപ്പോൾ അത് 1024 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ പോകാൻ പറ്റും. അപ്പോൾ അതാണ് വേരിയബിൾ ബിറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ റെക്കോർഡിങ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ വേരിയബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ ക്വാളിറ്റി ഹയർ വേണോ, ഹയസ്റ്റ് വേണോ, മീഡിയം വേണോ, ലോ വേണോ, ലോവർ വേണോ, ലോവസ്റ്റ് വേണോ എന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഞാൻ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും മീഡിയത്തിൽ മാത്രമേ കിടക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഫ്രെയിം റേറ്റ്. ഈ ഫ്രെയിം റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. അത് വേണമെങ്കിൽ ഫുൾ ഫ്രെയിം കൊടുക്കാൻ പറ്റും. ഫുൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ മാക്സിമം 25 ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡ് 25 ഫ്രെയിംസ് ആണ് നമ്മൾ റെക്കോർഡാവുന്നത്. ഇനി അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 15 ഒക്കെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഫ്രെയിം റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് റെക്കോർഡ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ അതൊരു വെട്ടി. ഇപ്പോൾ ഞാനൊരു 2 FPS അല്ലെങ്കിൽ 4 FPS അങ്ങനെ വല്ലതും കൊടുക്കുവാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഒരാൾ മൂവ് ചെയ്യുന്ന നടക്കുന്നത് വീഡിയോ നമ്മൾ എടുക്കുന്നത് നോക്കുമ്പോൾ വളരെ വെട്ടിയായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഫ്രെയിം പെർ സെക്കൻഡ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ തിയറി പോർഷനിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത മാക്സിമം ബിറ്റ് റേറ്റ് ഉണ്ട്. അത് ജനറലും ഉണ്ട്, കസ്റ്റം ഉണ്ട്. ജനറൽ ആണെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന റേറ്റിനനുസരിച്ച് പോകും. കസ്റ്റം ആണെങ്കിൽ അത് 32 മുതൽ 4096 വരെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മാക്സിമം ബിറ്റ് റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. എത്ര വേണമെന്നുള്ള 512 വേണോ, 1024 വേണോ, 1280 വേണോ എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ 1024 ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ബിറ്റ് റേറ്റിൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിറ്റ് റേറ്റ് വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. അതായത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി കൂടും, ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് കുറയും. അതുപോലെ തന്നെ മാക്സിമം ബിറ്റ് റേറ്റ് റേഞ്ച് ഓട്ടോമാറ്റിക് റെക്കമെൻഡ് ചെയ്തേക്കുന്ന റേഞ്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത്രയെങ്കിലും ബിറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വീഡിയോ കിട്ടുമെന്നാണ് DVR പറയുന്നത്. അടുത്ത മാക്സിമം ആവറേജ് ബിറ്റ് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 1440 ആയിരിക്കും എന്നാണ് കാണിച്ചേക്കുന്നത്. ഇനി ഇതേ ഓപ്ഷൻസ് തന്നെയാണ് മെയിൻ സ്ട്രീം ഇവൻറ്റിൽ പോകുന്നത്. മെയിൻ സ്ട്രീം ഇവൻറ്റിൽ പോകുമ്പം വീഡിയോ ആൻഡ് ഓഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആൻഡ് ഓഡിയോ വേണോ, അതുപോലെ തന്നെ റെസൊല്യൂഷൻ ഏത് വേണോ എന്നുള്ളത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ബിറ്റ് റേറ്റ് ടൈപ്പ്, ഫ്രെയിം റേറ്റ്, അങ്ങനെയുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ അതേ ഓപ്ഷൻസ് തന്നെ നമുക്കിവിടെയും കൊടുക്കാൻ പറ്റും. ഇത് എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്, ഈ സൈഡ് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് എന്തെങ്കിലും ഇവൻറ്റിലും ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത്. ഇനിയിപ്പോൾ ഫുള്ള് കണ്ടിന്യൂസ് ആണ് നമ്മൾ കൊടുത്തെങ്കിൽ ഇവിടെ മാത്രം നമുക്ക് സെറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇതിപ്പോൾ ഒരു ക്യാമറയുടെ മാത്രമാണ്. ഇനി ഏത് ക്യാമറ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ക്യാമറ വേണമെങ്കിലും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് തന്നെ എല്ലാ ക്യാമറയ്ക്കും വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി കൊടുക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ക്യാമറ വേണോ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ഒരു എനേബിൾ H.264+ കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വീഡിയോ കംപ്രഷനാണ്. നോർമലി H.264 വരുന്നുണ്ട്, H.265 വരുന്നുണ്ട്, 264+ വരുന്നുണ്ട്. അപ്പം 264+ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി അടുത്ത സെറ്റിങ്സ് ആണ് മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് നടന്നു, അതായത് ഒരാൾ ഒരു ഡോർ തുറന്ന് എൻ്റർ ചെയ്തു, അപ്പം തന്നെ ആൾ തിരിച്ചിറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഈ പ്രീ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം, ഇപ്പോൾ പ്രീ റെക്കോർഡ് ഞാൻ 10 സെക്കൻഡ് ഇട്ടു. പ്രീ റെക്കോർഡ് 10 സെക്കൻഡാണ് സെറ്റ് ചെയ്തെങ്കിൽ, അതായത് ഒരാൾ എൻ്റർ ആവുന്നതിന് 10 സെക്കൻഡ് മുതലേ ഉള്ള റെക്കോർഡിങ് ഉണ്ടാകും. അതായത് റെക്കോർഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇയാൾ 10 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ ഡോറ് തുറക്കുന്നു, കയറുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേസമയം ഞാനിവിടെ 0 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് എൻ്റർ ചെയ്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ചിലപ്പോൾ പോകുന്ന റെക്കോർഡിങ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണിത്. പ്രീ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മോഷൻ നടക്കുന്നതിന് മുന്നേ
എത്ര സമയം മുതൽ റെക്കോർഡ് നടക്കണം. അതുണ്ട് 30 സെക്കൻഡ്, 25, 20, 15 പല ടൈം പീരീഡ് ഉണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ 10 സെക്കൻഡാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 10 സെക്കൻഡിന് മുന്നേ ഉള്ള റെക്കോർഡിങ് ഉണ്ടാകും. ഒരു മോഷൻ നടക്കുന്നതിന്, അതായത് ഒരാൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ 10 സെക്കൻഡ് മുന്നേ ഉള്ള റെക്കോർഡിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ പോസ്റ്റ് റെക്കോർഡ്, അതായത് ഈ മോഷൻ കഴിഞ്ഞ് എത്ര നേരവും കൂടെ നമുക്ക് റെക്കോർഡിങ് വേണം, അതും വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് കൊടുക്കാം. അതായത് ഒരാൾ വന്നു എൻ്റർ ചെയ്ത് തിരിച്ചു പോയെങ്കിൽ 10 സെക്കൻഡ് വരെ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എക്സ്പയർഡ് ടൈം പെർ ഡേ ഉണ്ട്, അത് വേണ്ട, ഒന്നും ആവശ്യമുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനി അടുത്ത റെക്കോർഡ് ഓഡിയോ ഉണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ അവിടെ വീഡിയോ ആൻഡ് ഓഡിയോ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ഇനേബിൾ ചെയ്യണം. ഇനി ഇൻബിൽറ്റ് മൈക്കുള്ള ക്യാമറകളാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത മൈക്കുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ സെറ്റിങ്സ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അതൊക്കെ ആ മൈക്ക് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇനി വീഡിയോ സ്ട്രീം, മെയിൻ സ്ട്രീം ഉണ്ട്, സബ് സ്ട്രീം ഉണ്ട്. അതിലെ മെയിൻ സ്ട്രീം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് എല്ലാം ആയിട്ടുണ്ട്. നമ്മളിന്ന് അപ്ലൈ ചെയ്യുക. ഇനിയുള്ളൊരു അടുത്തൊരു ഓപ്ഷനാണ് സബ് സ്ട്രീം ഓപ്ഷൻ. എന്താണ് സബ് സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസ്പ്ലേ ഈ കാണുന്ന വിൻഡോയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആ പാരാമീറ്ററുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് സബ് സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഏത് ക്യാമറ, അതുപോലെ തന്നെ സ്ട്രീം ടൈപ്പ് വീഡിയോ വേണോ, വീഡിയോ ആൻഡ് ഓഡിയോ വേണോ, അതുപോലെ തന്നെ എത്ര റെസൊല്യൂഷൻ വേണമായിരിക്കും കാണുന്നതിന്. ഇപ്പോൾ നമുക്ക് ക്വാളിറ്റി കുറച്ച് കണ്ടാൽ മതിയെങ്കിൽ റെസൊല്യൂഷൻസ് വളരെ കുറയ്ക്കാം. ക്വാളിറ്റി ഹൈ ഇട്ട് വേണമെങ്കിലും ഇതിൻ്റെ മാക്സിമം സിഫ് വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് സിഫ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെക്കോർഡിങ്ങിൽ ആ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ കിട്ടും. അതുപോലെ തന്നെ ബിറ്റ് റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. കോൺസ്റ്റൻ്റ് വേണോ, വേരിയബിൾ വേണോ, വീഡിയോ ക്വാളിറ്റി അത് വേരിയബിൾ ആക്കിയാൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മീഡിയത്തിൽ തന്നെ കിടക്കും. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഫ്രെയിം റേറ്റ് കൂട്ടിയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റേതിൻ്റെ വാല്യൂവിനെ അപേക്ഷിച്ച് കുറഞ്ഞ വാല്യൂ ആയിരിക്കും ഇവിടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ വിൻഡോ ആണ്. അപ്പോൾ അതിന് വേണ്ട റെസൊല്യൂഷൻസ് കുറവാണ്. ഫ്രെയിം റേറ്റ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. തീരെ ഫ്രെയിം റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് വെട്ടി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നേരെ സബ്സ്ട്രീമിൽ വരിക. സബ്സ്ട്രീമിൽ വന്നിട്ട് ഈ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, വെട്ടിയ ലൈവിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഓപ്ഷൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് വലിയ സ്ക്രീനിലാകുമ്പോൾ ഫുൾ സ്ക്രീനിൽ വരുമ്പോഴാണ് ഈ വെട്ടൽ വരുന്നതെങ്കിൽ നമുക്ക് നേരെ ഇപ്പുറത്ത് മെയിൻ സ്ട്രീമിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് മെയിൻ സ്ട്രീം, സബ് സ്ട്രീം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനാണ് അഡ്വാൻസ്ഡ് ഓപ്ഷൻ. അഡ്വാൻസ്ഡ് ഓപ്ഷനകത്ത് കിടക്കുന്ന ഓവർറൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഓവർറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഒരു മാസത്തിൻ്റെ എൻഡ്, അതായത് ഫസ്റ്റ് ദിവസം മുതൽ 30 ദിവസത്തേക്ക് റെക്കോർഡിംഗ് എങ്കിൽ ഈ 30 ദിവസം റെക്കോർഡ് ഫുള്ളായി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അടുത്ത ദിവസം 1-ാം തീയതി നമ്മൾ റെക്കോർഡിങ് ഡിലീറ്റ് ചെയ്യണോ, അതോ വേറെ എന്താണ് ഓപ്ഷൻ എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു സംശയമാണ്. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ ഓവർറൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓവർറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ് 1-ാം തീയതി മുതൽ ഇപ്പം 30 ദിവസമൊക്കെ കിട്ടുന്നതെങ്കിൽ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ റെക്കോർഡാവും. അടുത്ത 1-ാം തീയതിയിലാവുമ്പോഴത്തേക്കും 30 ദിവസമാണെങ്കിൽ പഴയ 1-ാം തീയതിയിലെ റെക്കോർഡ് ഡിലീറ്റ് ആവും. ഡിലീറ്റ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർറൈറ്റ് ചെയ്യും. അപ്പം ടോട്ടൽ നമുക്കൊരു 30 ഡേയ്സ് അപ്പോഴും കിട്ടും. ഇനി അടുത്ത 2-ാം തീയതി ആകുമ്പോൾ പഴയ 2 പോവും. അപ്പോൾ വീണ്ടും നോക്കുമ്പോഴും 30 ഡേയ്സ് നമുക്ക് റെക്കോർഡിങ് കിട്ടും. അപ്പം അതിനാണ് ഓവർറൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി ഇത് ഇങ്ങനെ നടക്കുന്നില്ല എങ്കിൽ റെക്കോർഡിങ് ഹാർഡ് ഡിസ്ക് ഫുൾ എന്ന് പറഞ്ഞ് വാണിംഗ് കാണിക്കുക, ഇവൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഓവർറൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഹോളിഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോളിഡേയ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് ഷെഡ്യൂളിനകത്ത് ഹോളിഡേ ഉണ്ട്, ഹോളിഡേ സെലക്ട് ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഏത് ദിവസം എഡിറ്റ് ചെയ്യുക, ഹോളിഡേ നെയിം, എന്ത് ഹോളിഡേ വരുന്നത് അത് ഇനേബിൾ ചെയ്യണോ, ഏത് മാസം ഏത് ദിവസം സ്റ്റാർട്ട് ചെയ്യണം, ഏത് ദിവസം എൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഹോളിഡേയ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. നോർമലി നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് പോകാഞ്ഞത് അതിനകത്തോട്ട്. അപ്പം ഇത്രയുമാണ് റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസുകൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തിരി ഫാസ്റ്റായിട്ടാണ് പോയതെന്ന് എനിക്കറിയാം, സമയക്കുറവാണ്. ഇപ്പോൾ തന്നെ വീഡിയോ 20 മിനിറ്റിൽ മേളിലായിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്ത് പറയേണ്ടതായെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.